ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് യോഗ TTC പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങും ആണ്. നിങ്ങളത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് വാലിഡ് ആവുക. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് എടുക്കുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് വെച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ തന്നെ വളരെ സ്നേഹത്തോടുകൂടെയൊക്കെ തന്നെയാണ് എല്ലാ റിലേഷനിലും പോകുന്ന പോലെ തന്നെ വളരെ സ്നേഹത്തോടും ഒക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെയധികം എന്താ പറയുക, ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളുടെ അവരുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് അവർ പോയതാണ് നിങ്ങളെ. പക്ഷേ അവർ ഇത്രയൊക്കെ അവോയ്ഡ് ചെയ്ത് പോയാലും അവരുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് അവരുടെ ആ ഒരു ഹാർട്ട് അതല്ലെങ്കിൽ സോൾ അതിനോട് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവരൊരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് അവരെ കൊണ്ട് പറ്റുന്നില്ല. കാരണം വെച്ചാൽ അവർ എത്രത്തോളം മുന്നോട്ട് പോകുന്നു, അവോയ്ഡ് ചെയ്ത് പോകുന്നു, അത്രത്തോളം അവർ ക്ഷീണിക്കുകയാണ്. കാരണം വെച്ചാൽ നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല. ആ ഒരു എനർജിയുടെ ഫ്ലോ അത്ര ആയതുകൊണ്ട് അവരുടെ ആ ഓട്ടം ശരിക്കും അവർ ടയേർഡ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ നിന്ന് ഒളിച്ചു മാറും തോറും അവർ കംപ്ലീറ്റ്ലി ടയേർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലത്ത് അവർ ഒരിക്കൽ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാവരുടെയും മുമ്പിൽ മറക്കാൻ ശ്രമിക്കുകയും നിങ്ങളുടെ പേര് കേൾക്കാൻ പോലും അവർ ആഗ്രഹിക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിന്നൊക്കെ ഇപ്പം മാറി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം കേൾക്കുമ്പോഴും നിങ്ങളുടെ ആ ഒരു ഇത് പറയുമ്പോൾ ഉള്ളിലൊരു സ്പാർക്കുണ്ട്. ഇപ്പോൾ പഴയ പോലത്തെ ആ ഒരു ഫീലിങ്സും സ്പാർക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡീപ്ലി അവരുടെ ഹാർട്ടിൽ അവർക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളുടെ ആ ഒരു പ്രസൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ വളരെ എൻജോയ് ചെയ്തിരുന്നു. അത് പക്ഷേ ആ ഒരു പിന്നീട് ഒരു ടൈമിൽ അതെല്ലാം കംപ്ലീറ്റ്ലി അത് നിർത്തി പോവാണ് ആ ഒരു പേഴ്സൺ ചെയ്ത്. പക്ഷേ ഇപ്പോഴും ആ ഒരു രീതിയിലോട്ട് ഇപ്പോൾ തിരിച്ചു വരുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എനർജി വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവർ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോയ ആ ഒരു പ്ലേസിൽ ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും വേണ്ടിയായിരിക്കാം. അതല്ലെങ്കിൽ എന്തിനാണോ അവർ പോയിരിക്കുന്നത് ആ ഒരു അവിടെ ചെന്നപ്പോൾ അവർ ആഗ്രഹിച്ച പോലെയും അവർ വിചാരിച്ച പോലെയും അല്ല അവർക്ക് അവിടുത്തെ ഒരു ലൈഫ് ഉണ്ടായിരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്തിനെയാണ് അവരെ നഷ്ടപ്പെടുത്തിയിട്ട് പോയത് എന്ന് അവർക്കിപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവരൊരുപാട് വേദനിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നഷ്ടപ്പെടുത്താൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ പറയാൻ പറ്റും, ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയത് എന്തോ ഒരു വലിയൊരു സാധനത്തിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫ് കംപ്ലീറ്റ്ലി കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അത് എന്ത് ബന്ധമാണെങ്കിലും അതിനെ കംപ്ലീറ്റായിട്ട് അയാൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പുറത്തേക്ക് ഓൾമോസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. അത് മൈൻഡ് കൊണ്ട് അയാൾ കംപ്ലീറ്റ്ലി ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ ഫിസിക്കലി വന്നില്ല എങ്കിൽ കൂടെയും അയാൾ മൈൻഡ് കൊണ്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്താണ്. അപ്പോൾ പതുക്കെ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ആൾ നിങ്ങളിലേക്ക് വരുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അവർക്കിപ്പോൾ ഫൈനലി മനസ്സിലായിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കുന്നത് അവർ തന്നെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ ഉള്ളിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് അത് ഉച്ചത്തിൽ പറയാൻ പറ്റുന്നില്ല. കാര്യം ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മെൻ്റലി ഒരുപാട് അവർ നിങ്ങളുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ തോന്നിയിട്ടുണ്ടാവാം അവർ ഭയങ്കര ഒരു വല്ലാത്തൊരു എനർജി, ഒരു
തളർന്നിട്ടുള്ളൊരു എനർജി, അതല്ലെങ്കിൽ ഭയങ്കര കോൾഡായിട്ട് ഒട്ടും ഹൃദയമില്ല, ഹാർട്ടില്ലാത്തൊരു മനുഷ്യൻ, കല്ലാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിനെ പറ്റി ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നും അതല്ലെങ്കിൽ നിങ്ങളോട് ഡിസ്റ്റൻസ് കാണിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു വ്യക്തിനെ പറ്റി അങ്ങനെയൊക്കെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അവർ നിങ്ങളോട് ഒരുപാട് ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഓവർ തിങ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ഒരുപാട് ആക്ഷൻസ് അവരെ കോണ്ടാക്ട് ചെയ്യാനും അവരെ സംസാരിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈഫിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് അറിയില്ല ഇതെന്താണ് പെട്ടെന്ന് ഇതിങ്ങനെയൊക്കെ പോയെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഡൗട്ടാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ കിട്ടാനുണ്ട്. അവർ എന്താണ് ഇങ്ങനെ കാണിച്ചത്, അതല്ലെങ്കിൽ പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ ഒരിക്കലും അങ്ങ് പോയതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം അവർ നിങ്ങളെ വിട്ടു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും, ഇനി ആ ഒരു പേഴ്സൺ എന്നെ ഒരിക്കലും തിരക്കി വരില്ല, ഞാൻ അവരിൽ നിന്നും അകന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മെമ്മറീസ്, അതായത് ആ ഒരു പേഴ്സൻ്റെ മെമ്മറീസ് നിന്നൊക്കെ നിങ്ങൾ മാറി നിങ്ങളും ഗ്രാജുവലി നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത് നിങ്ങൾ പോകും. അപ്പോൾ ഒരിക്കലും എന്നെ ശല്യം ചെയ്യാൻ വരുന്നില്ല എന്നൊരു മൈൻഡിലൊക്കെ തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പോയത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, എത്രയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും എത്രയൊക്കെ ഇത് ചെയ്താലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ പതുക്കെ അതായത് പോയൊരു സമയത്ത് നിങ്ങളോട് ചിലപ്പോൾ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല, അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അയാളൊട്ടും സ്നേഹം കാണിക്കാതെ ആയിരിക്കും പോയി. അതുകൊണ്ടാണല്ലോ നമ്മൾ അവോയ്ഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെ പോയി കുറേ നാളുകളിന് ശേഷം അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് അയാൾക്ക് നിങ്ങളുടെ ഇപ്പം ഏതൊരു പേഴ്സൻ്റെ കൂടെ ആണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു സ്പേസൊക്കെ നമ്മൾ കുറേയൊക്കെ എൻജോയ് ചെയ്തു, അല്ലെങ്കിൽ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മളായിട്ട് തന്നെ നമ്മൾ തിരിച്ചു വരും. അപ്പോൾ നമ്മളായിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതൊക്കെ ജീവിതത്തിൽ മടുത്ത് തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നമ്മൾ നഷ്ടപ്പെടുത്തി പോയ ആ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്ത വരുന്നത്. അങ്ങനെയാണ് ആ ഒരു വ്യക്തിക്ക് മനസ്സിലായത് അയാൾ നഷ്ടപ്പെടുത്തിയാണ്. അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും അതല്ല എങ്കിൽ നിങ്ങളെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവരോർത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കാണല്ലോ അവരോട് കൂടുതൽ ഇഷ്ടം, നിങ്ങളായിരിക്കും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് വേദനിക്കുകയും കരയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ആ ഒരു പേഴ്സണെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, അവർ വിചാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അവർക്കും മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്താലും നിങ്ങളൊരിക്കൽ എൻ്റെ അടുത്തോട്ട് വരും എന്നൊരു വിശ്വാസത്തിൽ ആയിരിക്കും ആ ഒരു വ്യക്തി പോയത്. അപ്പോൾ ആ ചെന്നൊരു പ്ലേസിൽ അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു പേഴ്സൻ്റെ അടുത്താണ് പോകുന്നതെങ്കിൽ കുറച്ച് നാൾ അയാളോട് ഇഷ്ടത്തോടുകൂടെ നിന്ന് കഴിയുമ്പോൾ അയാൾക്ക് അവരുടെ ക്യാരക്ടറും ഇവർക്ക് മാച്ച് ചെയ്യാത്ത രീതിയിലുള്ള സ്വഭാവവും ഓരോരുത്തരുടെ ആ ഒരു സ്റ്റൈലിലൊക്കെ അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങൾ എത്രത്തോളം വാല്യൂ ആയിട്ടുള്ള ഒരാളാണെന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചിന്തകൾ മാറി ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ ചെയ്ത മിസ്റ്റേക്ക് അയാളുടെ ലൈഫിൽ അയാൾ മനസ്സിലാകുന്നുണ്ട്. അയാൾക്ക് ശരിക്കും വല്ലാത്തൊരു വൂണ്ടായിട്ട് തന്നെയാണ് അയാൾക്ക് തോന്നുന്നത്. അപ്പോൾ അയാൾ ഓർക്കുന്നത് നിങ്ങൾ തിരിച്ച് അയാളെ കോണ്ടാക്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരുപാട് ഹീൽഡ് ആയതുകൊണ്ടും നിങ്ങൾ അന്ന് ബ്രേക്കപ്പിൻ്റെ സമയത്തും അല്ലെങ്കിൽ അയാളിങ്ങനെ നെഗറ്റീവ് കാണിച്ച സമയത്തും നിങ്ങൾ എത്രത്തോളം നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ, രാത്രികളിലൊന്നും ഉറങ്ങാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ 1 വർഷം എടുത്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ 5 വർഷം ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഹീൽ ചെയ്യാൻ. ഇപ്പോൾ 1 വർഷം കൊണ്ടൊക്കെയാലും ഹീൽ ചെയ്താലും ഓട്ടോമാറ്റിക്കലി നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതേപോലെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസും നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജി കൂടിയാണ് നിങ്ങൾ പോയിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഇപ്പോൾ കപ്പിൾസിൻ്റെ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ വേറെയുള്ള ആൾക്കാരുടെ റിലേഷൻസ് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്ലേസിലൊക്കെ ചെല്ലുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ട്. നിങ്ങൾക്ക് ആ നഷ്ടം വന്നതിനൊക്കെ ഓർത്ത് പേടിയും ഉള്ളിൽ വല്ലാത്ത
വിങ്ങലൊക്കെ ഉണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ. അതിൽ നിന്നൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ റിക്കവർ ചെയ്ത് കുറേയൊക്കെ ബെറ്ററായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ എനർജി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ ചെല്ലും എന്നോർത്ത് തന്നെയാണ് ആ ഒരു പേഴ്സൺ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരൊരു ടൈം പീരീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ തിരിച്ച് ചെന്നില്ല എന്ന് വരുമ്പോൾ ആ ഒരു സോളിന് ശരിക്കും പറഞ്ഞാൽ ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങളെ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് വഴി തന്നെ നെഗറ്റീവ്സ് പറഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് ഒരുപാട് ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്, നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ ഓർത്ത് തന്നെ. പിന്നെ ഈ ഒരു പേഴ്സണ് പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഭ്രാന്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ പെരുമാറ്റമൊക്കെ ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഒരു ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര എന്താ പറയുക, നിങ്ങൾ മറ്റുള്ളവരോട് ഭയങ്കര പോസസീവ് എന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റായിട്ടുള്ള പോസസീവ്, നെഗറ്റീവ് രീതിയിലുള്ള പോസസീവ്നെസ് അല്ല, ഒരു സ്വീറ്റായിട്ടുള്ളൊരു പോസസീവ്നെസ് അങ്ങനത്തെയൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി കെയർ ചെയ്തും നിങ്ങളെ എന്താ പറയുക അങ്ങനത്തെ രീതിയിൽ നിങ്ങളെ സ്ട്രോങ് ആയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തും ഒക്കെ ഭയങ്കര സേഫായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ പോലും ചിലപ്പോൾ പ്രോബ്ലംസ് പറഞ്ഞും അങ്ങനെയൊക്കെ ഇരുന്നൊരു ക്യാരക്ടർ ആയിരിക്കും. അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയും, പക്ഷേ ചിലപ്പോൾ പുറത്ത് കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിലും പുറത്ത് കാണിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ചിലപ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഇച്ചിരി പോസസീവ്നെസ് കൂടുതലുണ്ടായിരുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു പേഴ്സണാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളോട് പെരുമാറി വേറൊരു ആംഗിളിലോട്ട് പോയത്. അപ്പോൾ ആംഗിളിലോട്ട് പോയെങ്കിലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും നിങ്ങൾ തിരിച്ചു ചെല്ലാത്ത ആ ഒരു വിഷമത്തിലും നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സത്യം, ഒരു ക്ലിയർ ട്രൂത്തും കാര്യങ്ങളും ഒക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ആ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാളും ആ ഒരു പേഴ്സൺ സൈലൻസിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു വാക്ക് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളിൽ നിങ്ങൾ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില കേസുകളിൽ അവർ ചിലപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എല്ലാ കേസിലല്ല, ചില കേസിൽ കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് പിന്നെയും വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കാലിൽ വീണ് കരഞ്ഞ് മാപ്പ് വരെയും പറഞ്ഞിട്ടുണ്ടായിരുന്ന കേസായിരിക്കും. പക്ഷേ നിങ്ങൾക്കുള്ളിൽ ഈ ഒരു പേഴ്സണോട് ഇഷ്ടമുണ്ട്, പക്ഷേ പേടി കാരണം നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇനിയും ഞാൻ പോയി ട്രാപ്പിൽ തന്നെ പെടുമോ, ഇയാൾ ഇനിയും എന്നോട് ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് വീണ്ടും പറ്റിച്ചിട്ട് പോകും, അല്ലെങ്കിൽ വീണ്ടും എനിക്ക് ഹാർട്ട് ബ്രേക്കിംഗ് തരുമോ എന്നൊക്കെ ഓർത്ത് ഒരു വേദനയുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന മാറിയാലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തന്നെ വീണ്ടും വരും. അപ്പോൾ കുറേ കേസുകളിൽ കുറേ എനർജീസിൽ നമുക്ക് പറയാൻ പറ്റും അവരിപ്പോഴും നിങ്ങളെ കണക്ഷനിലോട്ട് വരുന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ അവർ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റും ഈ ഒരു പേഴ്സണ് ഉള്ളിൽ ശരിക്കും നിങ്ങളുമായിട്ട് വിളിക്കണമെന്ന് തന്നെയാണ് ഉള്ളത്. നിങ്ങളോടിപ്പോൾ അതായത് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ച് ആ ഒരു പേഴ്സൺ കോൺടാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഇപ്പോൾ ഇതൊരു കാർഡ്സിൻ്റെ എനർജി വെച്ചിട്ട് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ വളരെ ലോങ് ടേം, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോങ് റിലേഷൻഷിപ്പ് എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഭയങ്കര ഒരു ഫ്യൂച്ചർ വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഈ ഒരു റിലേഷൻ ഭയങ്കര സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഡീപ്പ് ഡൗൺ അവർ നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫ് ആഗ്രഹിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ നിങ്ങളെന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ഹോമാണ്, നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ ഒരു സമാധാനമുണ്ട്. ചിലപ്പോൾ വേറൊരു പേഴ്സൻ്റെ അടുത്താണ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന ആ ഒരു വൈബ് ചിലപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ അത് എന്തുകൊണ്ടും നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പേഴ്സൺ നിങ്ങൾ സോഡിയക് വൈസൊക്കെ നിങ്ങൾ ഭയങ്കരധികം കണക്റ്റഡ് ആണ്. മേ ബി സോൾ വൈസ് നല്ല രീതിയിൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളിലോട്ട് തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പാസ്റ്റ് ലൈഫിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ
നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരുന്നു, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണിനെ അന്ന് അംഗീകരിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഇഷ്ടമാണ്, പക്ഷേ എന്തൊക്കെയോ ഫാമിലി ഒക്കെ കൊണ്ടായിരിക്കാം നിങ്ങളത് അവോയ്ഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു കാർമിക് ഇതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോഴേ നിങ്ങൾക്ക് സോൾ ലെവലിൽ ഒരു വല്ലാത്ത സന്തോഷവും വല്ലാത്ത ഒരു എന്തോ ആണ് മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ ഉള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാസ്റ്റ് ലൈഫായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളും തമ്മിൽ ഡിസ്റ്റൻസിലാണെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങൾ വിളിക്കും, നിങ്ങൾ വരും എന്ന ആഗ്രഹത്തിൽ തന്നെ ഇരുന്നത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറാനും പറ്റാത്തതിന് കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തി വിളിച്ചാലും ചോദിച്ചാലും എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്, ഇത് സത്യമാവണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജീനെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ ശരിക്കും നിങ്ങളായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു റൊമാൻസ് മാത്രമല്ല, ഒരു കംപ്ലീറ്റ്ലി നിങ്ങളുമായിട്ട് തന്നെ ഒരുമിച്ച് ജീവിതം ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ മുൻപ് നിങ്ങളോടൊരു പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ആയിരിക്കാം കാണിച്ചിട്ടുള്ളത്. പക്ഷെ പതുക്കെ വരുന്തോറും അവർ ഒട്ടും എഫേർട്ട് ചെയ്യുന്നില്ല ഈ ഒരു റിലേഷൻ. ഒരു തരത്തിലും നിങ്ങൾ കൂടുതൽ, അത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ അവർ നല്ല രീതിയിൽ കാണുന്നിരിക്കാം, അപ്പോൾ നിങ്ങളൊരു കുറച്ച് സ്ലോയിലായിരിക്കും വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ആ ഒരു ഹയർ ലെവലോട്ട് വന്നപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി നിങ്ങളോടുള്ള ഒരു ഇൻട്രസ്റ്റോ എന്തൊക്കെയോ, അത് ചിലപ്പോൾ കാമിക്കിൻ്റെ ഇതുകൊണ്ടായിരിക്കും അവർ കംപ്ലീറ്റ്ലി പോയത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എനർജി തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഭയങ്കര ഡെപ്തിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു നമുക്ക് പറയാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയാണ്, അതായത് മിറർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്ലോ ആയിരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഹീലായിരുന്ന സമയത്ത് അവരുടെ എനർജി വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് നിങ്ങളാണ് അവരുടെ ലൈഫിലെ ലൈറ്റ്, നിങ്ങൾ തന്നെയാണ് ഒരു സേഫ് ആയിട്ടുള്ളൊരു ഫീലിങ്. അപ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ അവർ ഒരുപാട് മനസ്സുകൊണ്ടും എല്ലാ തരത്തിലും അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഉടൻ തന്നെ ഇപ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എനർജീസ് ഉള്ളവരുമുണ്ട്. അപ്പോൾ അവരിനിയും നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് ഉടൻ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സോൾ ലെവൽ കണക്ഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്നും മാറിപ്പോവാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു രീതിയിലോട്ട് കുറേയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോയാലും ഈ ഒരു എനർജി നിങ്ങൾ പിന്തുടർന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ പർപ്പസ് വെച്ചിട്ട് നിങ്ങൾ ഇതെവിടെ എത്തും, അതിലെങ്ങനെയാകും എന്ന് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് റീഡിങ്ങോ അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് റീഡിംഗ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ കോണ്ടാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കോണ്ടാക്ട് ചെയ്താൽ ഇരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു സോൾ ലെവൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.